ശ്രീജിത്ത്, 30 സെക്കൻഡിൽ സംഭവിച്ച ഒരു മഹാദുരന്തമാണിത്. എത്രയൊക്കെ മിടുക്കും പ്രവൃത്തി പരിചയവും ഒക്കെ ഉണ്ട് എന്നതിനും അപ്പുറം നിൽക്കുന്ന സമയത്തെ ആര് ഈ വിമാനത്തെ നിയന്ത്രിച്ചു എന്നുള്ളതിനൊക്കെ അപ്പുറം ഇത് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. എന്താണ് നമുക്ക് ഈ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ വിവരങ്ങളൊക്കെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഈ രംഗത്തെ പല വിദഗ്ധർ പറഞ്ഞുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതിപ്പോൾ മാനുവലി ചെയ്താൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. അതിപ്പം ആരെങ്കിലും ബോധപൂർവം ചെയ്തതാണോ, അതോ യന്ത്ര തകരാറാണോ, അതോ മറ്റാരുടെയെങ്കിലും അശ്രദ്ധയാണോ തുടങ്ങി എന്തൊക്കെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീജിത്ത്? പറയേണ്ട രണ്ടുപേർ ഇന്നിപ്പോൾ നമ്മൾക്കൊപ്പമില്ല. അത് രണ്ടും ഈ പൈലറ്റുമാരാണ്. പിന്നെയുള്ളത് അന്വേഷണ റിപ്പോർട്ടാണ്. അന്വേഷണ റിപ്പോർട്ടിൽ പൈലറ്റുമാരെ പരോക്ഷമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇപ്പോൾ സേതു തന്നെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയൊന്നും എളുപ്പത്തിൽ അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്നതല്ല ആ ഫ്യൂവൽ കൺട്രോൾ പോയിന്റ് നോബ് എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ മുതൽ തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെ മാനുവലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാറുന്നതല്ല. ഓട്ടോമാറ്റിക്കലി മാറിയാൽ പോലും അതിനെ തടയാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലാണ്, അങ്ങനെയാണ് അതിൻ്റെ രൂപകൽപ്പന. അപ്പോൾ അതുകൊണ്ട് ഫ്യൂവൽ എഞ്ചിനിലെ ആ രണ്ട് പോയിന്റുകളും വിരൽ ചൂണ്ടുന്നത് പൈലറ്റുമാരിൽ ഒരാൾ ഇതിൽ തൊട്ടിലുണ്ടാകണമെന്നാണ്. ആ ചോദ്യത്തിലും അതുണ്ട്. ആരാണ് ഇത് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ റിമോട്ട് ഈ പോയിന്റ് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഞാനല്ല എന്നുള്ള മറുപടി. ആ ഞാനല്ല എന്നുള്ള മറുപടിയിലും ആ ചോദ്യത്തിലുമാണ് ഒരു ഉത്തരം ഇരിക്കുന്നത്. അത് ഈ റിപ്പോർട്ട് വന്നത് മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിൽ അട്ടിമറിയില്ല, ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് അട്ടിമറിയില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്ന ഈ റിപ്പോർട്ടിലുള്ള ഒരു ആശയക്കുഴപ്പം പോലും അതാണ്. ഈ രണ്ട് പൈലറ്റുമാരുടെയും സംഭാഷണം എന്തായാലും ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഡീകോഡ് ചെയ്തിട്ടുണ്ടാകും. ആരാണ് ആ ചോദ്യം ചോദിച്ചത്, ആരാണ് ആ ഉത്തരം നൽകിയത്, അത് ആരാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ ഇതിലുള്ള ആശയക്കുഴപ്പത്തിലേക്ക് അല്ലെങ്കിൽ ആശയക്കുഴപ്പം മാറുന്നതിലേക്ക് ഏറെക്കുറെ വേണമെങ്കിൽ വിരൽ ചൂണ്ടുമെന്ന് പറയാം. കാരണം ഓഫ് ചെയ്തത് ഞാനല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു ആശയക്കുഴപ്പം രണ്ട് പൈലറ്റുമാർക്ക് തമ്മിലുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവരതിനെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം അപ്പോഴേക്കും ഫ്യൂവൽ എഞ്ചിനിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ അടഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപകടം അതാണ് ഈ അപകടത്തിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളൊന്നായി ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനപ്പുറത്തേക്ക് പോയാൽ ഇത് ബോയിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ മുൻപുണ്ടായിരുന്നതാണ്. ബോയിങ് വിമാനങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് 2018-ലും 2009-ലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞിരുന്നു. ഈ വിമാനം ആ പരിശോധന പൂർത്തിയാക്കിയതാണ്. ഇനി ഇത് 2029-ൽ മാത്രം പരിശോധിച്ചാൽ മതിയാകും എന്നും ബോയിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനിടയിൽ ബോയിങ് വിമാനവുമായി ബന്ധപ്പെട്ട ആളുകളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ആ ചോദ്യം ചെയ്ത വിവരങ്ങൾ എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിൽ വന്നില്ല? ഈ ബോയിങ് വിമാനത്തിൽ ഇത്തരം തകരാറുകൾ ഉള്ളതാണെങ്കിൽ അതെന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല? അത് ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ അട്ടിമറിയില്ല, വിമാനത്തിന് മറ്റ് സാങ്കേതിക തകരാറുകളില്ല, ഈ എല്ലാ സജ്ജീകരണങ്ങളും കൂടി തന്നെയാണ് വിമാനം പുറപ്പെടുന്നത്. വിമാനത്തിൻ്റെ എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിയിരുന്നു. വിമാനം പുറപ്പെടുമ്പോൾ ആ വിമാനം പുറപ്പെട്ട 32 സെക്കൻഡിൽ മാത്രമാണ് ഈ വിമാനത്തിൻ്റെ എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിയില്ല എന്ന കാര്യം പൈലറ്റുമാർ മനസ്സിലാക്കുന്നതും ഈ ഉപകരണം ഈ സിസ്റ്റം ഓഫായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതും കട്ട് ഓഫിലേക്കാണ് പോകുന്നത്, റൺ ഓഫിലേക്കല്ല പോകുന്നത് എന്ന കാര്യം പൈലറ്റുമാർ മനസ്സിലാക്കുന്നത് പോലും 32 സെക്കൻഡുകൾക്കുള്ളിലാണ്. അപ്പോഴേക്കോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ വസ്തുത. അട്ടിമറി ഉണ്ടോ എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് എങ്ങനെയാണ് സംഭവിച്ചത്, കോക്പിറ്റിൽ എന്ത് അട്ടിമറിയാണ് നടന്നത്, ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് ഡീകോഡ് ചെയ്തെടുത്തത്, ഇതാരാണ് ഈ ചോദ്യം ചോദിച്ചത്, ആരാണ് ഉത്തരം പറഞ്ഞത്? സഹ പൈലറ്റാണ് വിമാനം പറത്തിയെന്ന് പറയുന്നു. എങ്കിൽ മെയിൻ പൈലറ്റ് അവിടെ അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം? അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്നത് എന്താണ്? എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിയില്ല എന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെടുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പറഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇതിപ്പോൾ ഒരു സിംഗിൾ എൻജിൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ, വിമാനമായിരുന്നുവെങ്കിൽ ഇത് ഒരുപക്ഷെ ഇത് ആ സമയത്ത് തന്നെ കണ്ടെത്തി എങ്കിൽ പോലും ചെറുതായി ഒന്ന് ഈ സാങ്കേതിക തകരാറൊന്ന് മാറ്റിയാലും അതിന് വലിയൊരു അപകടം സംഭവിക്കാതെ ഒന്ന് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് കഴിയുമായിരുന്നു. പക്ഷേ ഇത് 2 എഞ്ചിനും പ്രവർത്തനരഹിതമായതുകൊണ്ട് ഒന്നും ചെയ്യാനാകാതെ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി എന്നാണ്. തീർച്ചയായും ഈ വിമാനത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതും ഈ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഉയരവും സമയവും വിമാനത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. അത് ലാൻഡിങ്ങിനായാലും ടേക്ക് ഓഫിനായാലും ഉയരവും സമയവും ഏറ്റവും നിർണായകമാണ്. ടേക്ക് ഓഫ് സമയത്തുള്ള ആ ഉയരമാണ് ഇവിടെയും ഘടകമായത്. ഉയർന്ന് പൊങ്ങുമ്പോഴേക്കും അത് നിയന്ത്രിക്കാനാകാത്ത വിധം ആ എൻജിൻ രണ്ടും ഓഫ് ആകുമ്പോൾ പിന്നീട് രണ്ട് പൈലറ്റുമാരും ചേർന്ന് ഇത് ഉയർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരു എൻജിൻ ഭാഗികമായി വീണ്ടും പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ പോലും മറ്റേ എൻജിൻ പൂർണ്ണമായും തകരാറിലായതോടുകൂടി പൂർണ്ണമായും വിമാനം താഴ്ന്നു പറക്കുകയും അല്ലെങ്കിൽ താഴേക്ക് പതിക്കുകയുമായിരുന്നു. രണ്ടാമത്തെ സമയമാണ്. സമയം 32 സെക്കൻഡുകളാണ്. ഈ സെക്കൻഡുകൾക്ക് മുന്നേ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പിന്നെയും
തിരിച്ചെത്താൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നു. ഈ കട്ട് ഓഫ് എന്നുള്ളത് വീണ്ടും റൺ ഓഫിലേക്ക് മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷേ റൺ ഓഫിലേക്ക് മാറ്റാനുള്ള സമയം അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് അവരുടെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. ആരാണ് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ട് പോയിരുന്നു. വിമാനം താഴേക്ക് പതിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് വീണ്ടും റൺ ഓഫിലേക്ക് കൊണ്ടുപോയി വിമാനം ഉയർത്താൻ ശ്രമിക്കുമ്പോഴേക്കും രണ്ടാമത്തെ എഞ്ചിനും പൂർണ്ണമായി തകർന്നതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് AIBയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ ഉയരവും സമയവും ഇതിൽ വളരെ നിർണായകമാണ് വിമാനത്തെ സംബന്ധിച്ച്. ആ ഉയരത്തിൽ നിൽക്കുന്ന ഒരു വിമാനം ആ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ അപകടത്തിലേക്ക് പോകുന്നു, എഞ്ചിൻ തകരാറിലാകുന്നു എന്നുള്ളതാണ്. ഇതിൽ ഉത്തരം പറയേണ്ടത് ശരിക്കും ബോയിങ് കൂടിയാണ് എന്നുള്ളതാണ് ഇനി പറയേണ്ട ഒരു കാര്യം. കാരണം ഇന്നിപ്പോൾ പൈലറ്റ് അസോസിയേഷൻ ഒരു വലിയ വിശദീകരണവും അല്ലെങ്കിൽ വലിയ മറുപടിയുമായി വന്നിട്ടുണ്ട്. പൈലറ്റുമാരെ മാത്രം നിങ്ങൾ പൊതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. ഈ അന്വേഷണത്തിൻ്റെ രഹസ്യാത്മകത എന്ന് പറയുന്നത് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണമാണ്. ആ രഹസ്യാത്മകതയിൽ അത് പുറത്തുവിടുന്നതോടുകൂടി തന്നെ നിങ്ങൾ പൈലറ്റുമാരിലേക്ക് മാത്രം വിരൽ ചൂണ്ടാൻ ശ്രമിക്കുകയാണ് എന്നാണ് പൈലറ്റ് അസോസിയേഷൻ പറയുന്നത്. ബോയിങ് ആണ് ശരിക്കും ഇതിനകത്ത് എന്താണ് സാങ്കേതിക തകരാർ സംഭവിച്ചത് എന്ന് പറയേണ്ടത്. ഈ കട്ട് ഓഫിലേക്ക് പോകുന്ന രണ്ട് പോയിന്റുകൾക്കും എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ടത് ശരിക്കും ബോയിങ് ആണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സേതു.